മനുസ്മൃതി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? അതിലത്തെ സാർ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആ സംഭവം എനിക്കറിയാം. എല്ലാ സ്ത്രീയും പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് തോന്നുന്നു മനുവിൻ്റെ ആ ഒരു ജസ്റ്റ് ഒരു കോട്ട് മാത്രം നമ്മൾ എടുക്കാം. ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. അത് ഫുൾ ആയിട്ട് പറയണം, എന്നാലേ അത് മാത്രമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല. എങ്ങനെയാണ് വാട്ട് എവർ യു ഫീൽ അബൌട്ട് ഇറ്റ്? എനിക്ക് പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. ഇതിലത്തെ ആ ലാസ്റ്റ് ലൈൻ മാത്രം എടുത്തിട്ടാണ് മനുവിനെ ബാക്കിയുള്ളവരെയൊക്കെ എല്ലാവരും കളിപ്പിക്കുന്നത്. അതെ, എന്താ പറയാ വരട്ടെ എന്ന് വെച്ചാൽ പിതാ രക്ഷതി കൗമാരെ, ദാറ്റ് മീൻസ് സംബഡി ഷുഡ് കെയർ ഹെർ. കൗമാരത്തില് അച്ഛൻ കെയർ ചെയ്യണം, പിന്നെ യൗവനത്തിൽ ഭർത്താവ് കെയർ ചെയ്യണം, വാർദ്ധക്യത്തിൽ പുത്രൻ കെയർ ചെയ്യണം. കെയർ മീൻസ് വിത്ത് റെസ്പെക്റ്റ് യു ഷുഡ് കെയർ ഹെർ. അതാണ്. അല്ലാതെ അവളുടെ ആവശ്യങ്ങളെ സപ്രസ് ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ ഒരു ഭാഗത്ത് ഒരു എന്താ പറയുക, ഒരു അടിമത്തത അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാരീരികമായിട്ട് ഒരു മസിൽ പവർ ഇല്ല എന്നേ ഉള്ളൂ, മാനസികമായിട്ട് സ്ത്രീക്കും പുരുഷനും തുല്യ ബലമാണുള്ളത്. ഒന്നുകൂടി ഒരു ഉപചോദ്യമെന്ന് ചോദിച്ചോട്ടെ. ഈ ടു ബി ടേക്കൺ കെയർ ഓഫ് അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ടവൾ ആണ് സ്ത്രീ എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ടോ? അതെന്താണ് എങ്ങനെ ഈ ടു ബി ടേക്കൺ കെയർ ഓഫ് സംരക്ഷിക്കപ്പെടേണ്ടവൾ എന്ന് തോന്നാൻ കാരണം? ഞാൻ പറഞ്ഞില്ലേ, ശാരീരികമായിട്ട് പുരുഷനേക്കാൾ ഒരു പടി, പക്ഷേ അത് മാനസികമായിട്ട് പുരുഷനേക്കാൾ ഒരു പടി മുന്നിലാണ് സ്ത്രീ. കാരണം അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ അവൾക്ക് കഴിയില്ല. അവള് സഹിക്കുന്ന വേദന സഹിച്ചിട്ട് ഒരു അത്രയും സ്ട്രെങ്ത് പുരുഷനില്ല, മാനസികമായിട്ടില്ല. മസിൽ പവർ കൂടും, പക്ഷെ മാനസികമായിട്ടുള്ള ബലം സ്ത്രീക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ക്ഷമിക്കാനും സഹിക്കാനും അവൾക്ക് കഴിയുന്ന അവളുടെ മാനസികമായിട്ടുള്ള ആ ബലം കൊണ്ട് തന്നെയാണ്. Congrats, very good. Thank you.